തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 22-ാം ദിനം. ഒത്തിരിയേറെ സമ്മാനങ്ങൾ സമ്മാനിച്ച രാത്രിയാണ് ക്രിസ്മസ് രാത്രി. മാലാഖമാർ ഗ്ലോറിയ ഗാനം സമ്മാനിച്ച രാത്രി. പൂജാ രാജാക്കന്മാർ പൊന്നും മെറിയും കുന്തിരിക്കവും സമ്മാനിച്ച രാത്രി. പാവപ്പെട്ട ആട്ടിടയന്മാർ ആരാധന സമ്മാനിച്ച രാത്രി. ആകാശം നക്ഷത്രങ്ങളെ സമ്മാനിച്ച രാത്രി. ഭൂമി തന്നെ ഒരു പുൽക്കൂടായി മാറിയ രാത്രി. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ ഒരു സമ്മാനമായി ഈ ക്രിസ്മസ് നാളിൽ നൽകിക്കൂടെ? ക്രിസ്മസ് നാളുകളിൽ നാം ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് സമ്മാനങ്ങൾ കൈമാറാറുണ്ട്. എന്നാൽ ആ സമ്മാനങ്ങളൊക്കെയും നാം പൈസ പിടിച്ച് കടകളിൽ നിന്നും വാങ്ങുന്ന സാധന സാമഗ്രികളാണ്. എന്നാൽ ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ ജീവിത വഴികളിൽ നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കണം. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവാനുഗ്രഹമാണ് ദൈവഭക്തന്റെ ഏറ്റവും വലിയ സമ്മാനം. നാം സ്വീകരിക്കുന്ന ആ ദൈവാനുഗ്രഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർ ഈശോയെ കണ്ടുകൊണ്ട് ഒരു സമ്മാനം ഈ ക്രിസ്മസിന് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പകയോ ഒക്കെയുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ഒരു നല്ല സമ്മാനമായി മാറുവാൻ നമുക്ക് ശ്രമിക്കാം. ഓർക്കുക, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 22-ാം തിരുവചനം, ദൈവാനുഗ്രഹമാണ് ദൈവഭക്തന്റെ സമ്മാനം. നമുക്ക് ദൈവാനുഗ്രഹമുള്ളവരായി മാറാം, ദൈവഭക്തിയുള്ളവരായി മാറാം. അങ്ങനെ ഈ ക്രിസ്മസ് നാളിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു നല്ല സമ്മാനമായി നമ്മെ തന്നെ നമുക്കാക്കി തീർക്കാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിലെ യേശുവിനോട് സ്തുതിയായിരിക്കട്ടെ.